പാലാ നഗരത്തെ മുഴുവനായും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന യേശുനാഥൻ. 8 നാൾ പാലാ ഉറങ്ങാത്ത രാത്രി. അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ. അതാണ് പാലാക്കാർക്ക് പാലാ ജൂബിലി. അതെ, ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന 2023 പാലാ ജൂബിലിയുടെ ചില കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടാലോ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പാലാ ജൂബിലി കാണാൻ വേണ്ടി വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ടുണ്ടല്ലോ ഭയങ്കര മഴയായി പോയിട്ടോ, ഒരു രക്ഷയില്ല. എവിടെ നിന്ന് മഴ വന്നൊന്നും ഒരു പിടുത്തമില്ല കേട്ടോ. എന്തായാലും 4 മണിക്ക് പ്രദക്ഷിണം തുടങ്ങുമെന്ന് പറഞ്ഞാൽ എന്തായാലും പ്രദക്ഷിണം തുടങ്ങിയിട്ടില്ല. നമുക്ക് നേരെ താഴെ പോയി നോക്കാം, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പം ഈ ഒരു 2 മണിക്കൂറത്തെ ജൂബിലി കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടാലോ? നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അത്യാവശ്യം മഴയുണ്ട്, എന്നാലും മഴ വറക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് താഴത്തോട്ട് പോകാം. ലാലംപള്ളി മഴയത്തിങ്ങനെ നനഞ്ഞു നിൽക്കും കേട്ടോ. പാലാക്കാർക്ക് എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ ഡിസംബർ 8 വരെ ഒരു ഉത്സവത്തിൻ്റെ ദിനങ്ങളാണ്. കാരണം പാലാ അമരോത്ഭവ കപ്പേളയിലെ ജൂബിലി തിരുനാളാണ്. ജാതിമത ഭേദമന്യേ പാലാക്കാർ നെഞ്ചിലേറ്റുന്ന മഹാ തിരുനാൾ. പാലാ ജൂബിലി കപ്പേളയ്ക്ക് ഒരു ചരിത്രമുണ്ട്. വലിയ പള്ളി എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ കത്തീഡ്രൽ പള്ളി AD 1002 സ്ഥാപിതമായപ്പോൾ പാലാ മീനച്ചൽ പ്രദേശമുള്ള മുഴുവൻ ക്രൈസ്തവരും അസാധ്യ കാര്യങ്ങൾക്ക് ആശ്രയിച്ചിരുന്നത് പാലാ വലിയ പള്ളിയാണ്. മീനച്ചിലാറിൻ്റെ വടക്കേക്കരയിൽ താമസിച്ചിരുന്ന വിശ്വാസികൾക്ക് യാത്രാ സൗകര്യം വളരെ കുറവായിരുന്നു. അക്കാലത്ത് 6 കടന്ന് വലിയ പള്ളിയിൽ എത്താനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ച് AD 1663 ലാലം പഴയ പള്ളിയും AD 1821 ലാലം പുത്തൻ പള്ളിയും ഉണ്ടായി. AD 1837 പാലാ വലിയ പള്ളിയുടെ നേതൃത്വത്തിൽ അന്നത്തെ പാലായുടെ ഹൃദയഭാഗത്ത് വിശുദ്ധ തോമാശ്ലീഹയുടെ നാമത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി ഒരു കപ്പേള പണി കഴിപ്പിച്ചു. 1904 ഡിസംബർ 8 പരിശുദ്ധ ദൈവമാതാവ് അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതിൻ്റെ ജൂബിലി വർഷം വിശുദ്ധ തോമാശ്ലീഹയുടെ കപ്പേളയോട് ചേർന്ന് അമലോത്ഭവ മാതാവിൻ്റെ നാമത്തിൽ കിഴക്കോട്ട് ദർശനമായി മറ്റൊരു കപ്പേള കൂടി പണിയുകയും ചെയ്തു. ഫ്രാൻസിൽ നിന്നും കൊണ്ടുവന്ന അമലോത്ഭവ മാതാവിൻ്റെ തിരുസ്വരൂപം കപ്പേളയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അന്നു മുതൽ കുരിശുപള്ളി ജൂബിലി കപ്പേളയെന്ന് അറിയപ്പെടാനും തുടങ്ങി. ഡിസംബർ 8 ടൗൺ കപ്പേളയിൽ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ജൂബിലി തിരുനാൾ എന്ന പേരിൽ ആഘോഷിക്കുവാനും തുടങ്ങി. ഇപ്പോൾ കാണുന്ന കരിങ്കല്ലിൽ തീർത്ത അതിമനോഹരമായ കപ്പേളയുടെ ശിലാസ്ഥാപനം 1955 ഓഗസ്റ്റ് 21 പാലാ രൂപത മെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവാണ് നിർവഹിച്ചത്. 2 പതിറ്റാണ്ടുകളെടുത്ത് പണി പൂർത്തിയാക്കിയ കപ്പേളയുടെ കൂദാശ കർമ്മവും പ്രതിഷ്ഠയും 1977 ഡിസംബർ 7 മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവ് തന്നെയാണ് നിർവഹിച്ചത്. പാലായുടെ പ്രൗഢി വിളിച്ചോന്ന സൗധമാണ് ജൂബിലി കപ്പേള. അതിൻ്റെ രൂപകൽപ്പന അതിവിശിഷ്ടമാണ്. സിമെൻ്റ് ഉപയോഗിക്കാതെ ചെത്തി ഒരുക്കിയ 14,444 കരിങ്കൽ പാളികൾ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് ചേർത്തടുക്കി പണിതതാണ് ഗോത്തിക് മാതൃകയിലുള്ള ഈ കപ്പേള. 144 അടി ഉയരമുള്ള കപ്പേളയുടെ മുകളിൽ 5.5 ടൺ ഭാരവും 12.5 അടി ഉയരവുമുള്ള ക്രിസ്തുരാജിൻ്റെ കരിങ്കൽ തീർത്ത രൂപം സ്ഥാപിച്ചിരിക്കുന്നു. കാലത്തെ അതിജീവിക്കുന്ന കലാസൃഷ്ടിയാണിത്. കൂടാതെ തന്നെ പാലാക്കാരുടെ ഒരു വിശ്വാസ ഗോപുരവും. 78 കിലോമീറ്റർ നീളത്തിലൊഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന മീനച്ചിലാറിൻ്റെ തീരത്താണ് ജൂബിലിയോടനുബന്ധിച്ചുള്ള ആകാശഊഞ്ഞാലൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ 8 ദിവസം ആഘോഷത്തിൻ്റെ നാളുകളാണ്. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കയറി ഉല്ലസിക്കാവുന്ന രീതിയിലുള്ള കുറേ റൈഡുകളുണ്ടോ, ആകാശഊഞ്ഞാൽ, പിന്നെ ആ വള്ളം പോലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടോ. പക്ഷേ ഭയങ്കര രസമാണിത്. എന്തായാലും നിങ്ങളും പാലാ ജൂബിലിയൊക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഈ കാണുന്ന വീഡിയോയിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അവരുടെ പേരൊക്കെ നമുക്കറിയാലോ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം.
എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഇതിലൊക്കെ ഈ ആകാശൂഞ്ഞാലൊക്കെ കയറണമെങ്കിൽ അന്ന് ഈ ഞാനൊരു തൊടുപുഴക്കാരനായതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഇവിടെ കാർഷിക മേളയൊക്കെ വരുമായിരുന്നു. ആ ഒരു സമയത്താണ് ഇതുപോലത്തെ റൈഡുകളൊക്കെ വരുന്നത്. അന്നൊക്കെ നമ്മൾ ഇതിൻ്റെ അത് ഇഷ്ടം പോലെ കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പാലക്കാർക്ക് പാലാ ജൂബിലി വരുമ്പോൾ ഇതുപോലുള്ള അവസരങ്ങളൊക്കെ അവിടെയുള്ള ആളുകൾ നൽകുന്നുണ്ടല്ലോ, അതിൻ്റെ വലിയൊരു കാര്യം. ഈ പാലാ ജൂബിലി കഴിഞ്ഞാൽ പിന്നെ പാലക്കാരുടെ ഏറ്റവും വലിയ ഒരു ആഘോഷം എന്താണെന്ന് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മീനച്ചിലാറിൻ്റെ തീരത്ത് കണ്ടോ ഒരു പഴയൊരു പാലമുണ്ട് കേട്ടോ. പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലമെന്ന് തോന്നുന്നു കണ്ടിട്ട്, എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എന്തായാലും ആ പാലം ഇപ്പം നിലവിൽ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ആ പാലത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കണ്ടോ ഇഷ്ടം പോലെ ആളുകളാണ്. നമുക്കവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. പക്ഷേ കഷ്ടകാലത്തിന് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്തു. അപ്പം മഴ പെയ്തതുകൊണ്ട് മൊത്തം ചെളിയായിരുന്നു കേട്ടോ ഗ്രൗണ്ടിൽ. പക്ഷേ ആ മഴയൊന്നും വകവയ്ക്കാതെ 10,000-കണക്കിന് ആളുകളാണ് പാലായിലേക്ക് അന്നത്തെ ദിവസം ഒഴുകിയെത്തിയത്. എന്തായാലും നിങ്ങൾ പാലാ ജൂബിലി കൂടിയിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ പെരുന്നാളൊന്ന് കൂടണം കേട്ടോ. അത്രമാത്രം ആഘോഷമാണ് ഓരോ ദിവസവും അവിടെ നടക്കുന്നത്. ഒരുപാട് കച്ചവടക്കാർ, അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ നോർത്ത് ഇന്ത്യൻ ഫുഡ്, അങ്ങനെ കുറേ സ്ട്രീറ്റ് ഫുഡ്, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാനും കഴിക്കാനൊക്കെ പറ്റും കേട്ടോ. അതുകൂടാതെ തന്നെ വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. പെരുന്നാൾ പ്രദക്ഷിണം കൂടാം, ബൈബിൾ ടാബ്ലോ മത്സരം കൂടാം, അതുപോലെ 2 വീലർ ഫാൻസി ഡ്രസ്സ് മത്സരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പാലാ ജൂബിലിയോട് അനുബന്ധിച്ച് വന്നാൽ കാണാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും വരിക. ഈ വർഷം കാണാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, അടുത്ത വർഷമാണ് വന്ന് ഇതൊക്കെ ഒന്ന് കൂടുക കേട്ടോ. ഈ ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ പെരുന്നാളിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ പോയാണല്ലോ ഇതുപോലെ ഇങ്ങനെ കപ്പലണ്ടി വറുത്തവും കടല വറുത്തവും പല സാധനങ്ങളൊക്കെ ആയിട്ട് എന്തോരം ആൾക്കാരല്ലേ അവിടെയുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കച്ചവടങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഒരു ഉത്സവ പ്രതീതി തോന്നണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടത്. നമ്മുടെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇത് കൊണ്ട് ബോട്ടൊക്കെ മേടിച്ച് വെള്ളത്തിൽ എന്തോരം ഓടിച്ചെന്നറിയോ. ഒരുപാട് കാഴ്ചകൾ കൊണ്ടും ജനത്തിരക്ക് കൊണ്ടും നമ്മളെല്ലാം വിസ്മയിപ്പിച്ച മാതാവിൻ്റെ തിരുനാൾ ഈ വർഷത്തെ കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത വർഷത്തെ പാലാ ജൂബിലിക്കുള്ള കാത്തിരിപ്പാണ് എല്ലാവരും. ഈ പാലാ ജൂബിലി കൂടിയവർക്കും ഈ വീഡിയോ കണ്ടവർക്കും എല്ലാവർക്കും മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആരും മറക്കല്ലേ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വർഷത്തെ പാലാ ജൂബിലിക്ക് കാണാം കേട്ടോ.